അല്ല, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാൻ ഞാനിത് ഒരു പൊതുസമൂഹത്തിൽ തുറന്നു കാണിക്കപ്പെടണം എന്നുള്ളതായിരുന്നു എന്റെ ആവശ്യം. അത് ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം എന്റെ പേരിലുള്ള ആരോപണം ഞാൻ ആദ്യമായിട്ട് മറുനാടനിൽ ഞാനും ഷാജനും ചേർന്ന് ഷാജന്റെ അടുത്ത് നിന്ന് കാശ് വാങ്ങി ചെയ്തെന്നൊക്കെയാണ് ആരോപണം. പക്ഷേ അതിന്റെ മുമ്പ് മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇവിടെയുള്ള മുഖ്യ മാധ്യമ നിരയായ മനോരമ കോഴിക്കോട് ബ്യൂറോ ആൾക്കാർ, അതേപോലെ മനോരമ എറണാകുളം ആൾക്കാർ, അതേപോലെ മീഡിയ വൺ, ഇങ്ങനെയുള്ള പല ചാനലുകളെയും, ചെന്നൈയിലുള്ള 24ന്റെ റിപ്പോർട്ടർ, ഇവരെയൊക്കെ ബന്ധപ്പെട്ടിട്ടും ആരും തയ്യാറായതിന്റെ ശേഷമാണ് ഞാൻ മറുനാടനെ ബന്ധപ്പെട്ടത്. അപ്പൊ മറുനാടൻ അതിനെ ഏറ്റെടുത്തു, അത് തയ്യാറായി, പുള്ളി അത് കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയും ചെയ്തു. നിനക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വൃത്തിയായിട്ടായി ഇന്റർവ്യൂവിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതും പഠിച്ചും കൊണ്ട് എനിക്ക് ഫർദർ ലെവലിലേക്ക് പോകാനൊന്നും യാതൊരു താല്പര്യമില്ല. കാരണം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കേട്ടല്ലോ, അതായത് പല പ്രമുഖ മാധ്യമങ്ങളെയും സമീപിച്ചു എനിക്ക് പറയാനുള്ളത് കേൾപ്പിക്കൂ എന്ന്. പക്ഷെ അവർ കേൾക്കാൻ പോലും തയ്യാറായില്ല. ആ വഴിക്കാണ് മറ്റൊരു ചാനലിലേക്ക് എത്തിപ്പെട്ടതും അതുവഴി പറഞ്ഞതും. അതിനെ നിങ്ങൾ കളിയാക്കേണ്ടതില്ല. എനിക്കിതുമായിട്ട് മുമ്പോട്ട് പോയി ഞാൻ എന്റെ ജോലി മാറ്റി. സമയപരിമിതിയുണ്ട്, ജയരാജ് പറയട്ടെ. ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യമേ ഇതൊരു കുടുംബ പ്രശ്നമായിട്ടാണ് ഷാജൻ അവതരിപ്പിച്ചപ്പോഴും ഇതിനകത്ത് കുടുംബ പ്രശ്നം എന്നുള്ള രീതിയിൽ ഇത് അവഗണിക്കാനാണ് ഷാജൻ ശ്രമിച്ചതെന്നും, അതിനുശേഷം ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തികളുടെ പേരുകൾ കണ്ടപ്പോൾ അതിനകത്ത് താല്പര്യം തോന്നിയിട്ട് ഇത് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ഷാജൻ ഇന്ന് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഈ പേരുകൾ ഇദ്ദേഹത്തിന്റെ വായിൽ തിരികെ വെച്ചു കൊടുത്താണെന്ന് ആർക്കെങ്ങനെ അറിയാം? ഇനി അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പിന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മറുനാടൻ പോലൊരു ചാനല്, അല്ലെ കർമ്മ ന്യൂസ് പോലൊരു ചാനല്, ഇത്തരം ചാനലുകൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം മിസ്റ്റർ ജയരാജ്. നിങ്ങൾ ചെയ്യേണ്ടത് AKG സെന്ററിൽ ഓഫീസ് സെക്രട്ടറി ആയ ബിജു കണ്ടക്കൈന്റെ എന്റെ പരാതി 2022 മുതൽ കിടപ്പുണ്ട്. അത് നിങ്ങൾ പരിശോധിക്കുക. അത് മാത്രമല്ല ഡോക്ടർ പി ജയരാജ്, അതായത് ഈ കിങ്ഡം സെക്യൂരിറ്റി സർവീസ് എന്ന സ്ഥാപനത്തെ കുറിച്ചും അതിന്റെ ലൈസൻസ് റദ്ദാക്കണമെന്ന ആവശ്യവും അതിന് കാരണമായി CPM-ന് വിദേശ ഫണ്ട് വരുന്നു എന്നതും ഒക്കെ സത്യമാണല്ലോ. എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീത് പണിക്കർ, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല, നോക്കൂ, ഇവിടെ ഒരു ഡോൺ ഷൂട്ട് ദ മെസ്സഞ്ചർ എന്ന് നമ്മൾ പറയും. ഒരു കാര്യത്തിന്റെ ഇൻഫർമേഷനുമായിട്ട് വരുന്ന ആളിനെ കൊല്ലേണ്ടുന്ന കാര്യമില്ല. ഇവിടെ ശ്രീ ഷർഷാദിനെ കൊല്ലാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് നേരെ നിറയൊഴിക്കേണ്ടുന്ന കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അവിടെ ഇമ്പോർട്ടന്റ് ആയ കാര്യം കൂടെ പറയാനുണ്ട്. ഒരേ ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം അത് മാത്രം, അത് ഞാൻ പറയാൻ വിട്ടു. ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയും കൊണ്ട് എന്റെ റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിൽ നിലനിൽപ്പുണ്ട്. ഞാൻ ED-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഇൻകം ടാക്സിന് പരാതി കൊടുത്തിട്ടുണ്ട്, കേരള DGP-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതിയൊക്കെ അവിടെ കിടക്കുന്നത് കാരണം കൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ഫയൽ സ്വീകരിച്ച് ഇന്ററിം ഓർഡർ ആയതാണ്. വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ജൂൺ 24-ലേക്ക് വാദം കേൾക്കാൻ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ശരി, ഷർഷാദ് വെറുതെ ഇരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം.